ഹലോ. എണ്ണയൊഴിച്ച് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, പാവയ്ക്ക എല്ലാം കൂടെ ചട്ടിയിലോട്ട് തട്ടി ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടി അങ്ങോട്ട് സെറ്റാക്കി. അടുത്തതൊരു മോരുകറിയും വാഴയ്ക്ക തോരനും ആകാമെന്ന് കരുതി ആദ്യമേ ഒരു തേങ്ങ തിരിഞ്ഞു മാറ്റിയ ശേഷം വാഴയ്ക്ക അരിഞ്ഞു. ചൂടായ ചട്ടിയിലോട്ട് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകിട്ട ശേഷം അതിലേക്ക് അരിഞ്ഞ വാഴയ്ക്കയും പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായ് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ അങ്ങൊഴിച്ച് അടച്ചു വെച്ച് വേവിച്ചു. തൊട്ടു പിന്നാലെ അരപ്പിനാവശ്യമായ തേങ്ങാപ്പീര, മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഓർ കാന്താരി ജസ്റ്റ് മിക്സിയിലോട്ടിട്ട് ഒരടി അടിച്ചിങ്ങെടുത്ത് അടപ്പിലോട്ട് തട്ടിയപ്പോൾ വാഴയ്ക്കത്തോരനും റെഡി. ഡൈനിങ് ഏരിയയിലെ വെളിച്ചം കണ്ടു നോക്കിയപ്പോഴോ നല്ല ഇളം വെയിൽ. പിന്നൊന്നും നോക്കിയില്ല, വൈശുട്ടനെ പിടിച്ച് അവിടെ കൊണ്ടങ്ങിരുത്തി. വൈറ്റമിൻ ഡിയാൽ സമ്പുഷ്ടം. ഓണവെയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാനെന്തേ. ഓണവെയിലാണേ. ഇനി മോരുകറിക്ക് ആവശ്യമായ തേങ്ങാപ്പീര, ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ അങ്ങ് അരച്ച ശേഷം അരപ്പും ഉപ്പും കൂടെ തട്ടി മോര് ചൂടാക്കി അതിലോട്ട് കടുക് താളിച്ചൊഴിച്ചപ്പോൾ അടിപൊളി മോരുകറിയുമായി. ഇന്ന് മീനില്ലാത്തതുകൊണ്ട് തന്നെ പച്ചമുളക്, സവാള, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് വെച്ച് മുട്ട പൊരിച്ചതും കൂടെ റെഡിയാക്കി. മീനുണ്ടെങ്കിലും ഇല്ലെങ്കിലും പതിവ് പങ്കിന് നമ്മുടെ പൂച്ചക്കുട്ടി എത്തിയിട്ടുണ്ട്. അവന് മുട്ട പൊരിച്ചതും ചോറും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടേ. ഇന്ന് രാവിലത്തേക്ക് ഗോതമ്പ് ദോശയായിരുന്നേ. അങ്ങനെ മുട്ട പൊരിച്ചതും മോരുകറിയും വാഴയ്ക്ക തോരനും പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കറികൾ. ഇന്ന് അമ്മയെ കാണാൻ പോകുന്നുണ്ട് തന്നെ വൈശൂട്ടനെ കുറച്ച് നേരത്തെ അങ്ങ് കൊണ്ടുവിടാനാണ് ഞാൻ കരുതിയത്. പക്ഷെ പറ്റിയില്ല. കുറച്ച് നേരത്തെ പോയാലോ, അത്രയും സമയം അമ്മയുടെ അടുത്ത് ഇരിക്കാനേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ഞാൻ മാത്രം കരുതിയാൽ പോരാല്ലോ. അതുവരെ വെറുതെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ മോള് ഞാൻ റെഡിയാക്കാൻ വിളിക്കുമ്പോഴോ ഭയങ്കര ബിസി. പിന്നെ എഴുത്തായി, കാണാതെ പോയ കളിപ്പാട്ട സാധനങ്ങൾ തപ്പലായി, ബിസിയോട് ബിസി. അങ്ങനെ ഒരംഗം കഴിഞ്ഞ് റെഡിയായി വൈശൂട്ടനെ നഴ്സറിയിലാക്കി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ അവിടെ എത്തി എന്നെ കാണുമ്പോൾ അമ്മയുടെ മുഖത്ത് ഡബിൾ സന്തോഷമാണ്. എന്നെയും കാണാം, വിദേശത്തുള്ള അമ്മയുടെ മോൻ അഥവാ എൻ്റെ ഒരേ ഒരു പൊന്നാങ്ങളെ വീഡിയോ കോളിലൂടെയും കാണാം. ആ നോട്ടമോ എൻ്റെ മോനെ ഒന്ന് വിളിച്ചു തരുമോ എന്നാണ്. അവരുടെ സംഭാഷണം നടക്കട്ടെ, ഞാൻ തരളിയും തിന്ന് ടി വിയും കണ്ടിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ മീൻകറിയും മീൻ വറുത്തതൊക്കെ കൂട്ടി ഞാനും അമ്മയും ചോറുണ്ടു വിത്ത് ടി വി. ഒരു മാസം മുമ്പ് അരയ്ക്ക് താഴോട്ട് അനങ്ങാൻ പറ്റാതെ കട്ടിലേ കിടന്ന ആളായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മയെ കാണും. ഡോക്ടറെ കാണലും മരുന്ന് വാങ്ങലും ആശുപത്രി പോക്കും. നേരിട്ട് വന്ന് കാണുമ്പോഴും എല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും കുറച്ച് സമാധാനം. അങ്ങനെ വൈശു അവിടെ പറയാൻ വെച്ചിരുന്ന ടാറ്റ ബബായ് ഞാനിവിടെ പറഞ്ഞ് പോകുന്ന വഴിക്ക് വൈശൂട്ടനെയും വിളിച്ച് ഞാനും വൈശൂട്ടനും വീട്ടിലേക്ക് പോയി.